വീട്ടുകാർ പറയുന്ന അച്ഛൻ കഞ്ചാവ്, മോൻ കഞ്ചാവ്, അങ്ങനെ പല രീതിയിലും പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കുന്നുണ്ട്. വീണ്ടും വാതിൽ വന്നിരുന്നുണ്ട് ഭയങ്കരമായിട്ട് തെറി വിളിച്ചു. ഒരു 20-കാരിയോ 21-കാരിയോ വിളിക്കുന്ന ഭാഷയല്ല കൊച്ചു വിളിക്കുന്ന. രാവിലെ ഞാൻ വേസ്റ്റ് കളയാൻ പോയതാണ്. വേസ്റ്റ് കളയാൻ പോയിട്ട് തിരിച്ച് അങ്ങോട്ട് പോയപ്പം അവിടുത്തെ അമ്മമ്മ വന്ന്, സാലിയെന്നോ മറ്റോ അവരുടെ പേര്, ലാലിയെന്നോ സാലിയെന്നോ, ആ അമ്മമ്മ വന്ന് കതക് തുറന്നപ്പം ഞാനില്ല വേസ്റ്റും കൊണ്ട് പോകുന്നതാണ് അവർ കണി കണ്ടത്. അപ്പം അവർ പെങ്കൊച്ചിനെ വിളിച്ച് എന്തോ ഒന്ന് ഞനുമുനാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിച്ച് വന്നപ്പം ആ പെൺകുട്ടി എന്നെ വായിക്കൊള്ളാൻ വയ്യാത്ത അസഭ്യം പറഞ്ഞു. ഞാൻ അവളെ ഉറക്കം എണീറ്റ് വന്നപ്പം അമ്മച്ചി പറഞ്ഞതെല്ലാം വിശ്വസിച്ച അമ്മച്ചി, ഒരു കുട്ടി അമ്മച്ചിനെ ചീത്ത വിളിച്ചു. അത് ആദ്യമേ CCTV കാണുമല്ലോ, അവരുടെ വീട്ടിലൊക്കെ CCTV ഉണ്ടല്ലോ, അതിൽ പതിഞ്ഞ് കാണുമല്ലോ. പോട്ടെ, അമ്മച്ചിയെ ചീത്ത വിളിച്ചു, CCTVയിലൊന്നും പതിഞ്ഞില്ല, പോട്ടെ എന്ന് വെച്ചിട്ട് അമ്മച്ചിയും അമ്മച്ചിയുടെ മോനും അമ്മച്ചിയുടെ കെട്ടിയവനും കൂടെ വീട് കീറി അടിക്കുന്നത് ശരിയാണോ? ആദ്യം അമ്മച്ചിയുടെ മോന് എത്ര വട്ടം ആ കുട്ടീൻ്റെ ചെവുക്കലിനടിക്കുന്നതായിട്ടുണ്ടെന്നറിയോ? അമ്മച്ചിക്ക് കാണാൻ പറ്റുന്നെങ്കിൽ സൂക്ഷിച്ച് നോക്കിയാൽ മതി. ലോകത്തിലെല്ലാവരും, മലയാളികളെല്ലാവരും കണ്ടു. ഈ ലോകത്തിലുള്ള മലയാളികൾ ഫുൾ ആ വീഡിയോസ് കണ്ടു. ഇനി രണ്ടാമത്തെ വട്ടം അമ്മച്ചിയുടെ മോനും അമ്മച്ചിയും കൂടെ വലിച്ച ആ കുട്ടീനെ വെളിയിലോട്ട് എടുത്തെറിയുന്നു. ആ ഏറിയ സമയത്ത് ഒരു വലിയൊരു സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ അമ്മച്ചി നല്ലപോലെ മൂടിടിച്ചൊന്ന് വീണു. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, അമ്മച്ചി ആ കുഞ്ഞിനെ വലിച്ച് വെളിയിലോട്ട് ഇടുന്ന സമയത്തുണ്ടല്ലോ അമ്മച്ചി, ആ കുഞ്ഞിൻ്റെ തല അവിടെ വല്ലൊരു കല്ലുണ്ടായിരുന്നു, അതിൽ വന്ന് ഇടുക്കിയുമായിരുന്നെങ്കിൽ അമ്മച്ചിയുടെ മോൻ കൊലപാതക കുറ്റത്തിന് അമ്മച്ചിയുടെ മോനും കൂടെ അകത്തായേനെ. പിന്നെ രണ്ടാമത്തെ കാര്യം പറയണം അമ്മച്ചി, അതൊരു കുഞ്ഞാണ്, നാളെ കല്യാണം കഴിച്ച് അവളൊരു വീട്ടിൽ പോകേണ്ട കുഞ്ഞാണ്. പോട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു മോളാണ്, നിങ്ങളുടെ മോൻ്റെ പ്രായം പോലും ഇല്ലാത്തൊരു കുഞ്ഞ്, നിങ്ങളുടെ മോടെ പ്രായമാവുന്നൊരു കുഞ്ഞ്. നിൻ്റെ മോളെ അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിലെ ആരെങ്കിലും ഒരു മോളെ ഇതുപോലൊരു ക്രൂരത ചെയ്താൽ നിനക്ക് സഹിക്കുമോ അമ്മച്ചി? എന്നിട്ട് അമ്മച്ചിയും മോനും കെട്ടിച്ചമ്മച്ച കഥ. ചീത്ത വിളിക്കുന്നവരെല്ലാം നിങ്ങളടിക്കാൻ നിങ്ങളാരാ, ഗുണ്ടകളോ? നിങ്ങൾക്കാരാ അതിനുള്ള റൈറ്റ് തന്നെ? ഒരാൾ വാടക കൊടുക്കുന്ന വീട്ടിൽ കയറി ഒരാളെ തല്ലാൻ നിങ്ങൾക്ക് ആരാണ് റൈറ്റ് തന്നത്? നിങ്ങളെ രണ്ടാം പ്രതി നിങ്ങളെ ആയിരുന്നു ആക്കേണ്ടത്. എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്താ വന്നതെന്നറിയോ? രണ്ടാം പ്രതി നിങ്ങളെ ആക്കിയിട്ട് പോലീസ് കേസ് എടുത്തില്ല. എന്തുകൊണ്ടാണ് ഈ തള്ളേനെ വെറുതെ വിട്ടത്? ഈ തള്ളയാണ് ആ കുട്ടീനെ വലിച്ചിറക്കിക്കൊണ്ട് വന്നത്. വലിച്ചിറക്കി ആ കുട്ടീനെ തള്ളിയിട്ടത് ഈ തള്ളയും ഈ തള്ളയുടെ മോനും കൂടാണ്. എന്നിട്ടും അയാൾ ആ മുത്തശ്ശിനെ അടിക്കാൻ പോകുന്നത് കാണും വീഡിയോയ്ക്കകത്ത്. അപ്പോൾ നിൻ്റെയൊക്കെ സോക്കേടെന്താ? നിൻ്റെയൊക്കെ സോക്കേടെന്താ? ആരുമില്ലാത്ത, ആണ്ടുണയില്ലാത്ത, കൈക്ക് സ്വാധീനമില്ലാത്ത ആക്സിഡൻറ്റ് പറ്റി നെല്ലിപ്പള്ളിയിൽ പമ്പി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ ആ സ്ത്രീ സ്ഥലത്തില്ലാത്ത സമയത്ത്, ആ അമ്മൂമ്മ മാത്രമുള്ള സമയത്ത് മോട്ടർ ഇട്ടതിൻ്റെ പ്രശ്നത്തിന്, മോട്ടർ വെള്ളം നിറഞ്ഞ് പോയാൽ ഞാൻ എൻ്റെ മോനെ വഴക്ക് പറയും. അപ്പുറത്തെ വീട്ടിൽ നിന്ന് മോട്ടറിൽ കൂടെ വെള്ളം നിറഞ്ഞ് വെളിയിലോട്ട് പോയി ഞങ്ങൾ വിളിച്ചു പറയും, അയ്യോ മോട്ടർ നിർത്തണേന്ന്. അവരാണ് കറണ്ട് ചാർജ് അടയ്ക്കുന്നത്, അവരുടെ വെള്ളം. എന്നാലും വെള്ളം നഷ്ടപ്പെടുത്തി കളയുമ്പോൾ ആർക്കായാലും നോവും. അതേ ആ കുട്ടി ചെയ്തുള്ളൂ. പോട്ടെ, നിങ്ങൾ പറയുന്ന പോലെ ചീത്ത വിളിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ തെറി പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, അതിന് ഇങ്ങനെ വീട്ടിൽ കയറി അടിക്കുക ചെയ്യുന്നത്? പ്രായപൂർത്തിയായ ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണിച്ച തെമ്മാടിത്തരമല്ലേ? ബഹുമാനപ്പെട്ട പോലീസുകാർ, ഈ തള്ളയാണ് രണ്ടാമത്തെ പ്രതി, ഈ തള്ളയെ രണ്ടാമത്തെ പ്രതിയാക്കുക. എന്നിട്ട് ഈ തള്ളയ്ക്കേയും കൂടെ ജയിലിൽ പിടിച്ച് അടയ്ക്കേണ്ട ഒരു നിയമം കൂടെ വരിക. കാരണം എന്ന് വെച്ചാൽ ഇതുപോലത്തുള്ള മനസ്സിലിരിപ്പാണല്ലോ ഈ തള്ളയുടെയൊക്കെ. മോനെ മാത്രം ശിക്ഷിച്ചാൽ പോലെ, മോന് പോലീസുകാർ പിടിക്കില്ല, കേരള പോലീസിനെ വെല്ലുവിളിച്ചിട്ട് എന്തായി? തൂക്കിയില്ലേ മോനെ? ഒറ്റ ദിവസം കൊണ്ട് തൂക്കിയില്ലേ? കെട്ടിയവൻ ജയിലിൽ പോയില്ലേ? കുറച്ചൊക്കെ അഹങ്കാരം മനുഷ്യന് ആപത്താ. കുറച്ചെങ്കിലും പൊടിക്കൊന്നടങ്ങുക, പൊടിക്ക്.